ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഈ യാത്രയിൽ നമ്മളോടൊപ്പം വിധികർത്താക്കളായി ശ്രീ RVG സർ, ഡോക്ടർ വിനീത മേനോൻ, ഗൗരിദാസൻ സർ, പ്രസാദ് സർ, അതിഥി ജൂറിയായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ സ്വന്തം സുഗതകുമാരി ടീച്ചറും. ഗ്രീൻ കേരള എക്സ്പ്രസ് പുതുമകളുമായി മുന്നിലോട്ട് യാത്ര തുടരുകയാണ്. ഇന്ന് ഈ വേദിയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ. പഞ്ചായത്തിന്റെ പ്രതിനിധിയായി നമ്മളോടൊപ്പം വേദിയിൽ NV ദാസൻ മാസ്റ്റർ, ശ്രീ K സുധാകരൻ, ശ്രീമതി രജിത, ശ്രീമതി പുഷ്പജ, ശ്രീമതി ലളിത. പഞ്ചായത്തിന്റെ പ്രതിനിധിയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാം? ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരായി ഐതിഹാസികമായ പോരാട്ടം നടത്തിയ നാടാണ് കല്യാശ്ശേരി. ജന്മി കുടുംബങ്ങളിൽ നിന്ന് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് ജന്മിത്വത്തിനെതിരായി പോരാടിയ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ K നായനാർ, KPR, MP നാരായണൻ നമ്പ്യാർ, KV നാരായണൻ നമ്പ്യാർ, KPR രായരപ്പൻ തുടങ്ങിയ ഒട്ടേറെ ജനപ്രിയരായ നേതാക്കൾക്ക് ജന്മം നൽകിയ നാടാണ് കല്യാശ്ശേരി. പ്രഗത്ഭരുടെ ഒരു പാരമ്പര്യം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന് സ്വന്തം. എന്താണെങ്കിലും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമക്കാഴ്ചകളിലൂടെയാണ് നമ്മുടെ യാത്ര. കല്യാശ്ശേരിക്കാർ എന്നും സമരോത്സുകരായിരുന്നു. അവർ എല്ലാ കാലത്തും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിനു വേണ്ടിയും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും പോരാടിയിരുന്നു. ഇത് കല്യാശ്ശേരിയിലെ പ്രിയപ്പെട്ടവരുടെ സ്മാരകങ്ങളാണ്. MP നാരായണൻ നമ്പ്യാർ, KPR രായരപ്പൻ, KPR ഗോപാലൻ. KPR ഗോപാലൻ മൊറാഴ സംഭവത്തിലെ മുഖ്യപ്രതിയായിരുന്നു. കോടതി അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ചിരുന്നു. എന്നാൽ ശക്തമായ ബഹുജന പ്രക്ഷോഭവും ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ ഇടപെടലിനെയും തുടർന്ന് ഈ ശിക്ഷ ജീവപര്യന്തമായി കുറയുകയും പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയുമാണ് ഉണ്ടായത്. മലയാളത്തിന്റെ പ്രിയങ്കരനായ നേതാവ് EK നയനാരുടെ വീടാണിത്, ശാരദ. തിരക്കേറിയ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ പലയിടങ്ങളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വീടാണ് കല്യാശ്ശേരി പഞ്ചായത്തിലെ ഈ ഭവനം. കല്യാശ്ശേരിയിലെ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുകയാണ്. 75 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാശ്ശേരിക്കാരെല്ലാം അതിന്റെ ആഘോഷത്തിലാണ്. ഇനി കല്യാശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ജനകീയ ആസൂത്രണത്തിന് മുമ്പ് തന്നെ കല്യാശ്ശേരി ഗ്രാമതല ആസൂത്രണത്തിലും വികസനത്തിനും ഉള്ള ഒരു മാതൃക സൃഷ്ടിച്ചിരുന്നു. കല്യാശ്ശേരി വികസന മാതൃക. കല്യാശ്ശേരി വികസന മാതൃകയിലൂടെയാണ്
ആദ്യഘട്ടങ്ങളിൽ വിഭവ ഭൂപട നിർമ്മാണം ആദ്യം നടത്തിയ പഞ്ചായത്ത് കല്യാശ്ശേരിയാണ്. അതിനുശേഷം ഒട്ടേറെ പഠന പ്രവർത്തനങ്ങളും കല്യാശ്ശേരിയിൽ നടന്നു. ജനകീയാസൂത്രണത്തിൻ്റെ മുന്നോടി എന്ന രീതിയിൽ ആദ്യം നടന്ന പ്രവർത്തനങ്ങളാണ് കേരള വികസന മോഡൽ രൂപപ്പെടാൻ കാരണമായത്. സ്ത്രീ ശാക്തീകരണവും കുടുംബശ്രീയിലൂടെയുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള സ്വയം സംരംഭ പ്രവർത്തനങ്ങളും മറ്റാണ് ഞങ്ങളിവിടെ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ വികസനം, അതാണ് കല്യാശ്ശേരിയുടെ മുദ്രാവാക്യം. എന്താണെങ്കിലും കല്യാശ്ശേരിയുടെ വികസന കാഴ്ചകളാണ് അടുത്തത്. മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, എന്തൊക്കെ തരം അച്ചാറുകളാണ്. ഇത് പുലരി കുടുംബശ്രീ യൂണിറ്റിന്റെ അച്ചാർ നിർമ്മാണശാലയാണ്. കല്യാശ്ശേരി പഞ്ചായത്തില് വിജയകരമായി മുന്നോട്ടു പോകുന്ന ഒരു കുടുംബശ്രീ സംരംഭമാണിത്. ഇതുപോലുള്ള നിരവധി വനിതാ സംരംഭങ്ങൾ വേറെയും ഈ പഞ്ചായത്തിലുണ്ട്. നമ്മളെ കുടുംബശ്രീയുടെ പേര് പുലരി കുടുംബശ്രീ എന്നാണ്. ഞങ്ങളുടെ കുടുംബശ്രീയിൽ 17 അംഗങ്ങളുണ്ട്. കല്യാശ്ശേരി ഒരു മാതൃകാ ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന പല വികസന പദ്ധതികളുടെയും ഈറ്റില്ലം ഈ പഞ്ചായത്തായിരുന്നു. കേരളത്തിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ജനപങ്കാളിത്തത്തോടെ പദ്ധതികൾ ആവിഷ്കരിച്ച് അവ നടപ്പിലാക്കി വിജയിപ്പിച്ചു കാണിച്ചു കൊടുത്ത ഒരു പഞ്ചായത്താണ് കല്യാശ്ശേരി. ഇന്ന് കല്യാശ്ശേരി പഞ്ചായത്ത് മറ്റൊരു മാതൃക സൃഷ്ടിക്കുകയാണ് വിജയകരമായി നടപ്പിലാക്കി വരുന്ന മൈക്രോ സംരംഭങ്ങളിലൂടെ. ഇവയിൽ മിക്കവയും സ്ത്രീ കൂട്ടായ്മകളിലൂടെയാണ് വിജയം കൈവരിക്കുന്നത്. ഇത്തരത്തിൽ വിജയം കൈവരിച്ച സ്ത്രീ സംരംഭങ്ങളുടെ എല്ലാം പ്രത്യേകത അവ പഞ്ചായത്തിന്റെ സുസ്ഥിര വികസനത്തിന് മുതൽക്കൂട്ടായി എന്നുള്ളതാണ്. കൂട്ടുകൃഷി, ഹോട്ടൽ, ഗാർമെന്റ്സ് യൂണിറ്റ്, സോപ്പ് നിർമ്മാണം, പേപ്പർ ഗ്ലാസ് തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ കല്യാശ്ശേരിയിൽ വനിതാ സംരംഭങ്ങൾ വിജയകരമായി നടക്കുന്നു. സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും അവരെ ആത്മബോധമുള്ളവരാക്കി മാറ്റുന്നതിനുമാണ് കല്യാശ്ശേരി പഞ്ചായത്ത് ഇത്തരം വനിതാ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും ധനസഹായം നൽകുന്നതും. ഇത് കല്യാശ്ശേരിയിലെ മങ്ങാട്ടുവയൽ പാടശേഖരം. ഇവിടെ ഹരിശ്രീ, ധനശ്രീ എന്നീ കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്ന് കൂട്ടുകൃഷി നടത്തി വരികയാണ്. പാട്ടത്തിനെടുത്തതും സ്വന്തം ഉടമസ്ഥതയിലുമായി 8 ഏക്കറോളം സ്ഥലത്ത് 15ഓളം വരുന്ന ഈ സ്ത്രീകൾ രണ്ടാം വിളയായിട്ടാണ് നെൽകൃഷി നടത്തി വരുന്നത്. നമുക്ക് കൃഷി ഓഫീസർ, അസിസ്റ്റന്റ് ഓഫീസർ ജനാർദ്ദൻ സാറ് എല്ലാം വന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഞാറിടേണ്ട മുതൽ എല്ലാം നിലം ഒരുക്കേണ്ടത്, ഞാറിടേണ്ടത്, നാട്ടി വെക്കേണ്ട അകലം എല്ലാം അതിന് ചെയ്യുന്ന വളപ്രയോഗം എല്ലാം നമുക്ക് ക്ലാസ് ഈ 2 ആഴ്ച ഓരോ മാസം കൂടി നമുക്ക് ക്ലാസ് എടുത്തു തന്നിരുന്നു. കല്യാശ്ശേരി പഞ്ചായത്തിൽ 39 കുടുംബശ്രീ യൂണിറ്റുകളിലായി 45 ഏക്കർ സ്ഥലത്ത് കൂട്ടുകൃഷി നടക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ പ്രധാന നേട്ടം നെല്ലുൽപാദനം 30% വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. ഈ പാടശേഖരങ്ങളിലേക്ക് ആവശ്യമായ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിനും കല്യാശ്ശേരി പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിനുമായി പഞ്ചായത്ത് മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും ഖരമാലിന്യങ്ങൾ അവരവർ തന്നെ സംസ്കരിക്കുക. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും പച്ചക്കറി ചന്തകളിലെ മാലിന്യങ്ങളും സംസ്കരിച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഇത്തരം 65ഓളം യൂണിറ്റുകൾ കല്യാശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചേച്ചി, ഈ വേസ്റ്റ് ഒക്കെ എവിടെ നിന്നാ കിട്ടുന്നത്? വേസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് കടയുണ്ട്, അങ്ങനെ കടയിൽ നിന്ന് അവരെന്നെ പിന്നെ കൊടുത്തയക്കും വണ്ടിയിൽ. ഇത് എങ്ങനെയാ പിന്നെ മാർക്കറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് നമ്മളിത് അരിച്ച് പിന്നെ 5 കിലോൻ്റെ ഒരു പാക്കറ്റ് ആക്കിയിട്ട് പിന്നെ കൃഷിഭവനിൽ പച്ചക്കറി വിത്തിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടി അവിടെ കൊടുക്കും. ഇതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് കൃഷിഭവൻ മുഖേന ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള ജൈവവളം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം സ്ത്രീകൾക്ക് അതിന്റെ വിൽപ്പനയിലൂടെ അധിക വരുമാനവും ഉറപ്പുവരുത്തുന്നു. നേരെ ഉച്ചയായി. കൃഷിയും അച്ചാറും ജൈവവളങ്ങളൊക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. നല്ല വിശപ്പ്. ഇനി കല്യാശ്ശേരിക്കാരുടെ കൈപ്പുണ്യം നമുക്കൊന്ന് രുചിച്ചറിയാം. ഗ്രാമശ്രീ വനിതാ ഹോട്ടലിലും കുടുംബശ്രീയോ? അത് കൊള്ളാലോ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാല്ലേ.